എടാ, ഇവിടെ അടുത്തൊരു ഹൊറർ ഹൗസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അവിടെ ചെന്ന് നോക്കിയാലോ? ഈ ഹൊറർ ഹൗസോ? അവിടെ ചെന്ന് നോക്കാനോ? നിനക്കെന്താ പേടിയില്ലേ? എനിക്കും ചെറിയ പേടിയുണ്ട്. എന്നാലും നമുക്കൊന്ന് വെറുതെ അവിടെ ചെന്ന് നോക്കിയാലോ? ആടാ, അത് നാട്ടുകാരൊക്കെ വെറുതെ ഉണ്ടാക്കി പറയുന്നതാ. നമുക്ക് അവിടെ ചെന്ന് കാണിച്ചു കൊടുക്കണം അവിടെ ഗോസ്റ്റ് ഒന്നും ഇല്ലെന്ന്. എന്നാലും ബ്രോ, അത് വേണോ? ഇത് നമുക്കൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാം. നമ്മളവിടെ പോയിട്ട് അവിടെ ഗോസ്റ്റ് ഇല്ലെന്ന് തെളിയിച്ചാൽ നാട്ടുകാരുടെ മുന്നിൽ പിന്നെ നമുക്ക് വലിയ വിലയായിരിക്കും. അത് ശരിയാ. ഇപ്പം നമ്മളെ ആർക്കും ഒരു വിലയില്ലല്ലോ. നമ്മളവിടെ പോയിട്ട് അത് തെളിയിച്ചു കൊടുത്ത അവന്മാരൊക്കെ നമ്മളെ പിന്നാലെ നടക്കും. ആടാ, എന്നാ വാ, നമുക്കൊന്ന് അവിടെ ചെന്ന് നോക്കാം. ഇവിടെ കണ്ടിട്ട് തന്നെ പേടിയാണ്. കണ്ടോ, ആ വീടിന്റെ മുകളിൽ ഒരു കറുത്ത പൂച്ച. അത് എന്നെയാ നോക്കുന്നതെന്നാ തോന്നുന്നത്. ഓ, വല്ലാത്തൊരു പേടിത്തൊണ്ടൻ തന്നെ. ഒരു പൂച്ചയെ കണ്ടിട്ട് നീ ഇങ്ങനെ പേടിക്കുകയാണ്? അത് പിന്നെ ഇവിടെ നല്ല ഇരുട്ടല്ല. ആ കറുത്ത പൂച്ചയുടെ കണ്ണ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് എന്നെ തന്നെ നോക്കി നിൽക്കുക. കണ്ടോ, നമ്മൾ എത്ര നേരമായി ഇവിടെ എത്തിയിട്ട്, എന്നിട്ട് ഇവിടെ ഒരു പൂച്ചയോ പട്ടിയോ അല്ലാണ്ട് വേറൊരു സാധനം ഇവിടെ ഇല്ലല്ലോ. ഗോസ്റ്റ് ഉണ്ട് പോലും, വെറുതെ ആൾക്കാരെ പറ്റിക്കാനായിട്ട്. അതിന്റെ ഒരു സൗണ്ട് കേട്ടത്? ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് അല്ലേ കേട്ടത്? അതെ അതെ, ഇവിടെ ആരും ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് കേട്ടത്? അപ്പൊ ഇവിടെ ആരും ഉണ്ടോ? എടാ ലാലോ, നിന്റെ ബേക്കിൽ ആരോ വന്ന് നിൽക്കുന്നു. ആരാ? ഞാൻ കാണുന്നില്ലല്ലോ. അതെടാ, നിന്റെ തൊട്ട് ബേക്കിൽ തന്നെ ഒരു രൂപം വന്ന് നിൽക്കുന്നു. അതാരാ? അയ്യോ, ഭാഗ്യം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടത്. നിന്റെ ഒരു പ്രേതത്തെ കാണാൻ പോക്ക്. ഇപ്പൊ ആ പ്രേതം നമ്മളെ 3 പേരെ പിടിച്ചേനെ. ഇപ്പൊ മനസ്സിലായില്ല അതൊക്കെ ഉള്ളതാന്ന്. ഇത് പിന്നീട് ഞാൻ വിചാരിച്ചത് ആൾക്കാർ വെറുതെ പറയുന്നത്. ഈ ഗോസ്റ്റൊക്കെ അപ്പൊ ശരിക്കും ഉള്ളതാണോ? ഞാൻ കരുതിയത് അതൊക്കെ വെറുതെ പറയുന്നതാന്നോ. എന്തായാലും അവിടുന്ന് രക്ഷപ്പെട്ടല്ലോ. നമുക്കിവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. ചേട്ടാ, 3 ചായ വേണം. ചായയോ? ആർക്കാ ചായ വേണ്ടത്? അയ്യോ, ഓടിക്കോ, ഗോസ്റ്റ് പിന്നെ വന്നേ. പരിപാടിക്ക് ഞങ്ങൾ വരില്ല. അതെ, ആ പ്രേതം നമ്മളെ വിട്ട് പോകുന്നു തോന്നുന്നില്ല. ഇനി നമ്മൾ വീട്ടിലെത്തി അവിടെ അത് വരുമോ ആവോ? എടാ, അങ്ങനൊന്നും പറയില്ല. അത് പോയി കാണും. അതിനി വരുമൊന്നുമില്ല. ഇനി മേലാൽ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇറങ്ങരുത്. നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാവാൻ പോയതാ. എന്നിട്ട് നമ്മളിപ്പോൾ ഇല്ലാണ്ടാവുമായിരുന്നു.